ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി. ജൂൺ 30. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സമ്പന്നത. കത്തോലിക്കാ സഭയിലെ ഏറ്റവും വലിയ മിസ്റ്റിക്കുകളിൽ ഒരാളായിരുന്നു വിശുദ്ധ ജർത്രൂദ്. വിശുദ്ധ മർഗരീത്ത മറിയം ജനിക്കുന്നതിന് 4 ശതാബ്ദങ്ങൾക്ക് മുൻപാണ് ജീവിച്ചിരുന്നതെങ്കിലും ഈശോയുടെ തിരുഹൃദയത്തോട് ഈ വിശുദ്ധയ്ക്ക് അഗാധമായ ഭക്തിയുണ്ടായിരുന്നു. വിശുദ്ധയുടെ പല പുസ്തകങ്ങളിൽ വിവിധങ്ങളായ പ്രതീകങ്ങളിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അമൂല്യ സമ്പത്തിനെ ഇങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു. എല്ലാ സമ്പത്തുകളും ഉൾക്കൊള്ളുന്ന ഒരു ഭണ്ഡാകാരം പോലെയാണ് ഈശോയുടെ തിരുഹൃദയം. തിരുസഭ അങ്ങനെ വിശേഷിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വീട്ടുന്ന ഒരു വീണയാണത്. അതിൻ്റെ ശബ്ദതരംഗങ്ങളിൽ പരിശുദ്ധ ത്രിത്വം ആത്മനിർവൃതി അടയുന്നു. സദാ പ്രവഹിക്കുന്ന ഒരു ജലാശയമാണ് ഈശോയുടെ തിരുഹൃദയം. അതിൽ നിന്നും പുറപ്പെടുന്ന ജലധാര ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുന്നു. ഭൂമിയിൽ യുദ്ധം ചെയ്യുന്ന ആത്മാവുകളെ വരപ്രസാദത്തിൽ ശക്തിപ്പെടുത്തുന്നു. സന്തോഷത്തിൻ്റെ ആന്തോളനങ്ങളാൽ സ്വർഗീയ ജെറൂസലേമിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ലഹരി പിടിപ്പിക്കുന്നു. തിരുഹൃദയം ഒരു സ്വർണ്ണ ധൂപകലശമാണ്. അവിടുന്ന് ആർക്കായി മരിച്ചുവോ ആ വിവിധ മനുഷ്യവർഗത്തെ അനുസ്മരിപ്പിക്കുമാറ് അതിൽ നിന്ന് വിവിധ തരത്തിലുള്ള സുഗന്ധങ്ങൾ ഉയരുന്നു. വിശ്വാസികൾ തങ്ങളുടെ കാഴ്ചകൾ സമർപ്പിക്കുന്നതും ആരാധന നടത്തുന്നതുമായ അൾത്താരയാണ് ഈശോയുടെ തിരുഹൃദയം. നിത്യനായ പ്രധാന പുരോഹിതൻ തന്നെ ബലിയായി അർപ്പിക്കുന്നതും അവിടെയാണ്. സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ദീപമാണത്. വിശുദ്ധർ പാനം ചെയ്ത് ആനന്ദമനുഭവിക്കുന്ന പാനപാത്രം. ഈ ദിവ്യഹൃദയത്തിലാണ് കർത്തൃപ്രാർത്ഥന രൂപമെടുത്തതും വികസിതമായതും. നാം തിരസ്കരിക്കുന്ന എല്ലാ ദൈവ ആരാധനകളുടെയും കുറവ് അത് നികത്തുന്നു. നമ്മുടെ പ്രവൃത്തികൾ പൂർണ്ണതയും മഹത്വവും കണ്ടെത്തുന്നതും ദൈവത്തിന് പ്രസാദാത്മകമാക്കി തീർക്കുന്നതും ഈ ഹൃദയത്തിലാണ്. ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന എല്ലാ വരപ്രസാദങ്ങളും ഈ ഹൃദയത്തിൽ കൂടി അല്ലാതെ പ്രവഹിക്കുക വിഷമകരമാണ്. എല്ലാറ്റിനും ഉപരി മനോഹരമായ ഒരു വാസസ്ഥലം കൂടിയാണത്. ഈ ലോകം വിട്ടു പോകുന്ന ആത്മാക്കൾക്കായി തുറന്നിട്ടിരിക്കുന്ന വിശുദ്ധമായ ശ്രീകോവിലാണത്. അവർണ്ണനീയമായ ആനന്ദത്തോടെ അവർക്കതിൽ എന്നും ചരിക്കാം. ദൈവസ്നേഹത്തിൻ്റെ നിറമാണ് ഈശോയുടെ തിരുഹൃദയം. അവിടുത്തെ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രകടമായ മുഖം കരുണയാണ്. അയോഗ്യരോടും അനർഹരോടും കാണിക്കുന്ന സ്നേഹമാണത്. ഭൗതിക ജീവിതത്തിലും പാപികളോടുള്ള അവിടുത്തെ സ്നേഹം വളരെ പ്രകടമായിരുന്നു. പാപികളോട്, പ്രത്യേകിച്ചും ഹീന വ്യക്തികളായി കരുതപ്പെട്ടിരുന്നവരോടുള്ള അവിടുത്തെ അടുപ്പത്തിൻ്റെ പേരിൽ ഫരിസേയർ അവിടുത്തെ വിമർശിച്ചപ്പോൾ ഈശോ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മത്തായി 9:14. പാപത്തിൻ്റെ ഇരുളടഞ്ഞ ഗുഹകളിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ അന്വേഷിച്ച് സ്വർഗത്തിൽ നിന്നിറങ്ങിയ നല്ല ഇടയൻ്റെ ചിത്രം ഈശോയുടെ കരുണാർദ്ര ഹൃദയത്തെ വരച്ചു കാട്ടുന്നു. ഏറ്റവും കഠിനമായ കുറ്റാരോപണങ്ങളും വലിയ ക്ഷമയോടെ സഹിച്ച ഹൃദയമാണ് ഈശോയുടേത്. സമാധാനത്തിൻ്റെ ഇരിപ്പിടമാണ് അവിടുത്തെ ഹൃദയം. സകല വിശുദ്ധരുടെയും ആനന്ദമാണത്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഹൃദയം. സകല പുണ്യങ്ങളുടെയും ഉറവിടമായ തിരുഹൃദയത്തിൽ ശരണപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും പുകഴ്ചയ്ക്ക് യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ, മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായവയെല്ലാം സമൃദ്ധമായി നൽകുന്ന അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധമായ ജീവിതത്താൽ അങ്ങയെ മഹത്വപ്പെടുത്തുന്നതിനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഭരണം സംസ്ഥാപിതമാക്കണമേ. ആമേൻ.